ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ആയതിനു ശേഷം അടുത്തൊരു ഗ്രീൻ ക്യാൻഡിൽ ഈ ഒരു ലെവലിന്റെ മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റുന്നതാണ് ബൈ സൈഡിലോട്ട്. സോ പ്രോപ്പറായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. നമ്മുടെ ലെവലുകൾക്കും അതുപോലെ തന്നെ ഈ ഒരു ക്രോസിംഗിൽ നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. ഈ ഒരു ട്രെൻഡ് ലൈൻ വരെ നമുക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫൈനലി ആ ഒരു ട്രേഡ് നമ്മുടെ എൻട്രി പോയിന്റിൽ നിന്ന് മുകളിലോട്ട് വന്നിട്ടുണ്ട്. സോ എൻട്രി നമുക്ക് ചെയ്യാവുന്നതാണ്. ആ ഒരു ക്യാൻഡലിന്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് എസ് പ്ലേസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു റേഞ്ചിൽ നിന്നും ഒരു റിജക്ഷൻ നമുക്ക് കാണാൻ പറ്റും. സോ നമ്മൾ കറന്റ് ഒരു എൻട്രി 5 മിനിറ്റിന്റെ ഒരു കൺഫർമേഷനിലെടുത്ത എൻട്രി ആയതുകൊണ്ട് തന്നെ നമ്മൾ 5 മിനിറ്റിൽ വരുന്ന ഈ പറഞ്ഞ റെസിസ്റ്റൻസ് ലെവലുകൾ നമ്മൾ എന്തായാലും നോക്കേണ്ടതുണ്ട്, റെസ്പെക്ട് ചെയ്യേണ്ടതുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, പൊസിഷൻസ് ക്ലോസ് ചെയ്യണം. ഓക്കെ, നമുക്കിവിടെ ഞാൻ എന്തായാലും പൊസിഷൻസ് കാര്യങ്ങൾ ക്ലോസ് ചെയ്തു ഈ ഒരു റേഞ്ചിൽ. സോ നമുക്കിവിടെ ഓൾമോസ്റ്റ് ഒരു 1:6 റേഞ്ചിൽ നമുക്ക് ട്രേഡ് എന്ത് ചെയ്യാൻ പറ്റിയുണ്ട്, കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ട്രേഡ് ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ 15 മിനിറ്റിന്റെ ചാർട്ട് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പിന്നെ ഈ ഒരു ട്രേഡ് എന്തുകൊണ്ട് ക്ലോസ് ചെയ്തു എന്നുള്ളതിന്റെ ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മളിവിടെ ഫസ്റ്റ്ലി ഈ ഒരു ലെവല് നമ്മൾ നോക്കുക. ഓക്കെ, 15 മിനിറ്റിന്റെ ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ ഒരു ട്രെൻഡ് ലൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതുപോലെ തന്നെ ഈ ഒരു ട്രെൻഡ് ലൈൻ. സോ ഫസ്റ്റ്ലി ഈ ഒരു പൊസിഷൻ, ഈ ഒരു സപ്പോർട്ട് നമ്മൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മാർക്കറ്റ് സെല്ലേഴ്സിന്റെ ലിക്വിഡിറ്റി എടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതിനുശേഷം ഈ ഒരു സപ്പോർട്ട് നമ്മൾ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സപ്പോർട്ടിൽ നിന്നും മാർക്കറ്റ് വീണ്ടും സെല്ലേഴ്സിന് ഒരു ഇൻവിറ്റേഷൻ കൊടുത്തുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ട്രേഡിംഗ് പ്ലാന് ഫസ്റ്റ്ലി സെല്ലിംഗ് സൈഡിലോട്ടായിരുന്നു. കാര്യം മാർക്കറ്റ് ടോട്ടലി നെഗറ്റീവ് സെന്റിമെന്റ്സിലായതുകൊണ്ട് തന്നെ ഒരു സെൽ എൻട്രി ആയിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പം നമ്മൾ അതിനുവേണ്ടി എന്ത് ചെയ്തു, ലെവലുകൾ മാർക്ക് ചെയ്തു. ഈ ഒരു സപ്പോർട്ട് ലെവൽ നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്തു. സോ ഫസ്റ്റിലുള്ള ബ്രേക്ക്ഔട്ട് നമ്മൾ ഒഴിവാക്കി, ഈ ഒരു ബ്രേക്ക്ഔട്ട് നമ്മൾ ഒഴിവാക്കി. ദെൻ ഈ ഒരു പുൾ ബാക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ബ്രേക്ക്ഔട്ട് കിട്ടിയപ്പോഴും നമ്മൾ ഈ ഒരു എൻട്രി ഇനീഷ്യേറ്റ് ചെയ്തായിരുന്നു. ഞാൻ ടെർമിനലിൽ കാണിച്ചു തരാം. ഓക്കെ, ജസ്റ്റ് വെയിറ്റ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സെൽ എൻട്രി ഇന്ന് ലൈവ് നിങ്ങൾക്ക് കുറച്ച് ബാക്കൗട്ട് അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. ഏകദേശം ഒരു $1.30 ഒരു ലോസ് നമ്മൾ ബുക്ക് ചെയ്തായിരുന്നു. ആ ഒരു എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് ഓപ്പൺ പ്രൈസ് 53,900 എന്നുള്ള ആ ഒരു റേഞ്ചാണ്. ഓക്കെ, അതായത് ഈ ഒരു റേഞ്ച് 53,900 എന്ന് പറയുമ്പോൾ ഈ ഒരു റേഞ്ച്, അതായത് എക്സാക്ട് ഈ ഒരു ക്രോസിംഗില് ഇതായിരുന്നു നമ്മുടെ എൻട്രി പോയിന്റ്. സോ നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു സെല്ലിംഗ് ട്രേഡ് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ മാർക്കറ്റ് വീണ്ടും താഴേക്ക് പോകുന്നുള്ള എക്സ്പെക്ടേഷനിലായിരുന്നു ഈ ഒരു ട്രേഡ് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്തത്. നമ്മുടെ SL 54.30 ഈ ഒരു റേഞ്ചിലായിരുന്നു നമ്മുടെ SL വെച്ചിരുന്നത്. സോ മാർക്കറ്റ് റിവേഴ്സായി ഈ ഒരു ട്രെൻഡ് ലൈനിന്റെ ഉള്ളിൽ ട്രേഡ് നടക്കാൻ തുടങ്ങിയപ്പോഴെന്ന് ഞാൻ പറഞ്ഞായിരുന്നു, നമുക്കൊരു ബൈ സൈഡിലോട്ട് ഒരു പുൾ ബാക്കിൽ എൻട്രി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബൈ സൈഡ് എൻട്രി നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. സോ അതിനായിട്ട് നമ്മൾ 5 മിനിറ്റിന്റെ ചാർട്ടിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ആയി. അവിടെ നമുക്കൊരു പുൾ ബാക്ക്, നമുക്ക് ഈ ഒരു പുൾ ബാക്ക് നമുക്ക് കിട്ടി. ഇതിന്റെ ക്രോസിംഗിൽ നമ്മൾ എൻട്രി ഇനീഷ്യേറ്റ് ചെയ്തു. ഓക്കെ, നമ്മുടെ SL വളരെ ചെറുതായിരുന്നു. ഈ ഒരു പോയിന്റിലായിരുന്നു നമ്മുടെ SL. ഓൾമോസ്റ്റ് നമ്മളൊരു
നമ്മുടെ ഓപ്പൺ പ്രൈസ് 54,261. ഓക്കെ, ദിസ് വാസ് അവർ ട്രേഡ്. നമ്മൾ ഈ ഒരു റേഞ്ചിൽ അത് ക്ലോസ് ചെയ്തു 54,478 റേഞ്ചിൽ, ഈ ഒരു റേഞ്ചിൽ. സോ ഓൾമോസ്റ്റ് ഒരു 1:5 റിസ്ക് റിവാർഡ് റേഷ്യോ നമുക്ക് ഇവിടെ കിട്ടി. ആദ്യത്തെ ട്രേഡിൽ $1.30 നമുക്ക് ലോസ് ആയിരുന്നു. സെക്കൻഡ് ട്രേഡിൽ നമ്മൾ $5.51 നമ്മൾ പ്രോഫിറ്റ് എടുത്തു. സോ ഈ ഒരു ട്രേഡ് നമ്മൾ ക്ലോസ് ചെയ്തു. ട്രേഡ് ക്ലോസ് ചെയ്യാനുള്ള മേജർ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 15 മിനിറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. മാർക്കറ്റ് കഴിഞ്ഞൊരു 3/4 മണിക്കൂർ അല്ലാണ്ടെങ്കിൽ 1 hour ആയിട്ട് കണ്ടിന്യൂസ് 90 ഡിഗ്രി റാലിയാണ്, ബാക്ക് ടു ബാക്ക് ഗ്രീൻ ക്യാൻഡിൽ. സോ ഞാൻ ഒരു ഫുൾ ബാക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്തായിരുന്നു, സോ അതൊരു ഈ ഒരു റേഞ്ചിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി കഴിഞ്ഞ ട്രേഡ് ലോസിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു പക്ഷെ മൈൻഡ് ഡിസ്റ്റർബ് ആവാനുള്ള കാരണം ആയേക്കാമെന്ന് തോന്നി. അതുപോലെ തന്നെ 5 മിനിറ്റിന്റെ കൺഫർമേഷനിൽ എടുത്ത് എൻട്രി ആയതുകൊണ്ട് തന്നെ 5 മിനിറ്റിന്റെ ലെവലുകളെ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടതുണ്ട്. സോ ഈ ഒരു റെസിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്തു. ആ ഒരു റെസിസ്റ്റൻസിന്റെ ക്ലോസിംഗിൽ നമ്മൾ ട്രേഡ് എക്സിറ്റ്